എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ, ചില പ്രതികരണങ്ങൾ നടത്തണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും. കാരണം ഒരു പുതിയ തലമുറ നമുക്ക് പിന്നിൽ വളർന്നു വരുന്നില്ലേ? ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ട്. ആ തിരിച്ചറിവോടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വളർന്നു വരുന്ന പുതിയ തലമുറ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ, സമൂഹത്തിലൂടെ, കുടുംബത്തിലൂടെ എന്താണ് പഠിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ദയനീയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് വിലയിരുത്താനുള്ളതും നമുക്ക് ഒന്നിച്ച് നടത്താം. ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ മുന്നിലുള്ളത്, അല്ലെ? ഈ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു പരിപാടിക്കിടെ ഒരു കുട്ടി കുഴഞ്ഞു വീഴുകയാണ്. പക്ഷെ ആ പരിപാടി നിർത്തുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ആളുകൾ ചുറ്റും നിൽക്കുകയാണ്. ജഡ്ജസ് ഉണ്ട്, നൂറുകണക്കിന് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? കർട്ടൻ വലിക്കുന്ന, അതിന്റെ പിന്നണിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അതിന്റെ ചുറ്റും നിൽക്കുകയാണ്. ആർക്കും ഒരു പ്രതികരണവുമില്ല. ആ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കുട്ടി നെഞ്ചത്തൊക്കെ അടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രതികരിക്കുന്നുണ്ട്. ആ നിസ്സഹായാവസ്ഥയിൽ അപ്പോഴും പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? ഇവിടെയാണ് നമുക്കൊക്കെ നമ്മുടെ സമൂഹത്തോടും നമ്മുടെ ചുറ്റുപാടുകളോടും ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പ്രതികരിക്കാനുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇത്. കാരണം കൂട്ടത്തിൽ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ പോലും ആ കുട്ടിയുടെ ദയനീയാവസ്ഥ, തന്റെ കൂടെ കളിക്കുന്ന ഒരു കുട്ടി കുഴഞ്ഞു വീണിട്ട് പോലും എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത്, ബിഹേവ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു മാനസികാവസ്ഥയിലെ കുട്ടികളായി അവർ എങ്ങനെ മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് വിദ്യാഭ്യാസമാണ് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് നമ്മൾ നൽകുന്നത്? ഏത് തരത്തിലുള്ള അറിവുകളാണ് അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്? അവരെങ്ങനെയാണ് മികച്ച ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുന്നത്? ഈ ചോദ്യം പ്രസക്തമല്ലേ? നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തേക്കാം. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുമുണ്ട്. അവരൊക്കെ ഈ പരിപാടിയെ വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും, ഇങ്ങനെ പ്രതികരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പരിപാടിയിൽ, ആ സ്റ്റേജിന്റെ മുകളിൽ കയറി അത് നിർത്താൻ നിങ്ങൾ പറയുമായിരുന്നു എന്ന ഒരു വലിയ ചോദ്യം. നിങ്ങൾ പോലും മാറി നിൽക്കും പ്രതികരിക്കാതെ. കാരണം നമ്മുടെ മാനസിക നിലവാരം അങ്ങനെയാണ്. പിന്നിൽ നിന്ന് പ്രതികരിക്കാനല്ലാതെ മുന്നിട്ടിറങ്ങി പ്രതികരിക്കുവാൻ പലപ്പോഴും നമ്മൾ എത്രയോ പിറകിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെയാണ് മാറേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ഒക്കെ. എന്തിനാണ് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത് എന്ന ഒരു വലിയ ചോദ്യം. മലയാളവും ഇംഗ്ലീഷും കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും മാത്തമാറ്റിക്സും ജോഗ്രഫിയും ഹിസ്റ്ററിയും മാത്രമല്ല, അതിലപ്പുറം ജീവിതം എന്ന വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരെ അല്ല. അത് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. എന്നാലും ഒരു കാര്യം ഇതിന്റെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ഒരു മേഖലയെ, ഒരു കാര്യത്തെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കാനല്ല ഞാൻ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുന്നത്. മറിച്ച് നമ്മൾ കാണുന്ന ചില കാഴ്ചകൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു, വല്ലാതെ സങ്കടപ്പെടുത്തുന്നു,
ആശ്ചര്യപ്പെടുന്നു. അതിനിടയിൽ ചില കാര്യങ്ങൾ പ്രതികരിക്കാതെ പോയാൽ നമ്മളൊക്കെ ഒരു മനുഷ്യന്റെ ഗണത്തിൽ പോലും പെടാത്തവരായി നമ്മൾ മാറിപ്പോകുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ ഭാവിയെ തിരിച്ചറിയുന്ന, പാഠപുസ്തകങ്ങൾക്കപ്പുറവും ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചെറിയ വിഭാഗം അധ്യാപകർ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പക്ഷേ അതിൽ ഭൂരിഭാഗം പേരും അങ്ങനെയല്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരോടാണ്, നിങ്ങൾ എന്തിനാണ് അധ്യാപകരായിട്ട് നിൽക്കുന്നത്? നല്ല വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ പഠിപ്പിക്കുന്നു എന്ന ചോദ്യം സ്വയം ആത്മപരിശോധന നടത്താൻ സമയമായി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശമ്പളം പറ്റാൻ വേണ്ടി മാത്രം നിങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാതിരിക്കുക. പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ള ജീവിതം അവരെ പഠിപ്പിക്കുക. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ സ്വന്തം ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പരാജയപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാനാവും. അവരൊരുപക്ഷെ അക്കാദമിക്കലി വലിയ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നേടിയവരായിരിക്കാം. പക്ഷേ വ്യക്തി ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളായിട്ട് അവർ മാറിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ജീവിതത്തിന്റെ പിന്നിലേക്ക് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് കാര്യം. അവനവന്റെ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. കുട്ടികളെ വളർത്താൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. അവരെ മത്സരിപ്പിക്കാൻ പഠിപ്പിക്കണം. പക്ഷേ ചുറ്റുമുള്ള ആളുകളോടല്ല വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളെ മത്സരിക്കാൻ പഠിപ്പിക്കേണ്ടത് അവനോടോടാണ്. അവനവന്റെ പരിമിതികളോട്, അവനവന്റെ പോരായ്മകളോട്, അവനവന്റെ പ്രതിസന്ധികളോട് പടവെട്ടി മുന്നേറാനാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അവരുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും അവരുടെ പാഷനിലേക്കും സ്വന്തം ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. പക്ഷേ ഇവിടെ മാർക്കിന് വേണ്ടിയിട്ട്, ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, പേരിന് വേണ്ടിയിട്ട് വേഷം കെട്ടിയിറങ്ങാൻ വിധിക്കപ്പെട്ടവരാക്കരുത് നമ്മുടെ പുതിയ തലമുറയെ. കാരണം അത്രക്കേറെ വികലമാണ് പല രക്ഷിതാക്കളുടേതുപോലും മാനസികാവസ്ഥ എന്ന് പറയുന്നത്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ആവേശത്തിലാണ് അവര്. സ്വന്തം മക്കളിലൂടെ അവരവന്റെ സ്റ്റാറ്റസ് വളർത്താനുള്ള പിടിവാശിയിലോ ലക്ഷ്യങ്ങളിലേക്കോ അങ്ങനെ അപക്വമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളിലൂടെയോ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. രക്ഷിതാക്കളുടെ ഒരു സമൂഹം മാറണം. ആ മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് പുറന്തള്ളപ്പെടും. നിങ്ങൾക്കൊരു പക്ഷെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയേക്കാം, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാം. പക്ഷേ നിങ്ങൾക്കപ്പുറം, നിങ്ങളുടെ കാലത്തിനപ്പുറം നിങ്ങളുടെ മക്കള് പരാജയപ്പെട്ടവരായി മാറാതിരിക്കാൻ നല്ല വ്യക്തികളാക്കിയിട്ട് അവരെ വളർത്തുക. നന്മയുള്ള, സ്നേഹമുള്ള, നല്ല മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നേറാൻ കഴിയുന്ന ആളുകളാക്കിയിട്ട് അവരെ വളർത്തണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ആളുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരു കുട്ടി കുഴഞ്ഞു വീണ് വല്ലാതെ ശ്വാസം മുട്ടുന്ന എന്തൊക്കെയോ അവസ്ഥകൾ ആ കുട്ടി കാണിക്കുന്നുണ്ട്. ഒരാൾ പോലും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താ അവസ്ഥ? എന്ത് സംഭവിക്കാനല്ലേ? നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കാൻ? കുറെ കാലം മാധ്യമങ്ങളിൽ വാർത്തകളാവും. ഏതോ ഒരു മാധ്യമ പ്രവർത്തകനാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇട്ടത്. തീർച്ചയായിട്ടും ഇത് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിനപ്പുറം ചില തിരിച്ചറിവുകളിലൂടെ ജീവിക്കാൻ പഠിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ചില മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയല്ല എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തൽ ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, വളർന്നു വരുന്ന പുതിയ തലമുറയെ പുതിയ രീതിയിൽ നമ്മൾ പുതുക്കി പണിയുക. അവരെ ഊർജ്ജസ്വലതയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, മറ്റ് ഏത് സാഹചര്യങ്ങളിലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളായിട്ട് അവരെ നമുക്ക് വളർത്താൻ കഴിയണം. കൂടെ നടക്കുന്ന അല്ലെങ്കിൽ ഒപ്പം മത്സരിക്കുന്ന കുട്ടികളാണ് അല്ലെ? കൂട്ടത്തിൽ ഒരാളാണ് കുഴഞ്ഞു വീണിരിക്കുന്നത്. ആ പരിപാടി നിർത്തി കുട്ടിയെ എടുത്ത് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ആർജവും അവിടെ കൂടിയുള്ള ഏതെങ്കിലും ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം എത്രത്തോളം അപക്വമാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. അധ്യാപകരൊക്കെ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഉയർന്ന നിലവാരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് ട്രെയിനിങ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് ഒരു സമൂഹത്തിന് ചോദിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് കാര്യങ്ങളുള്ളത്. കാരണം അത്രക്കേറെ അപക്വമായ രീതിയിലാണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ചെറുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ നാളെ അത് കടല് പോലെ വളർന്ന് വലുതാകും. അതായത് ബന്ധങ്ങൾക്ക് വിലയില്ലാത്തൊരു കാലഘട്ടത്തെ വളർത്തി വലുതാക്കേണ്ട ഉത്തരവാദിത്വം ഇന്നത്തെ സമൂഹത്തിന് ചാർത്തിക്കെട്ടുമെന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് നല്ല മാർക്ക് നേടുക എന്നതല്ല എന്ന് സ്വയം തിരിച്ചറിയുക. അതിലപ്പുറം അവരെ ജീവിതം പഠിപ്പിക്കുക, നല്ല മൂല്യങ്ങൾ, സ്നേഹിക്കാൻ പഠിപ്പിക്കുക, ഏത് സാഹചര്യങ്ങളിലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ, പെരുമാറാൻ അവരെ പഠിപ്പിക്കുക.
നല്ല സമൂഹം ഉണ്ടാകുന്നത് നല്ല തലമുറയിലൂടെയാണ്. വികലമായ ഒരു ചുറ്റുപാടിലേക്ക് തള്ളിയിടാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാമെന്നല്ലാതെ മറ്റൊന്നും ഈ വീഡിയോയിലൂടെ പറയാനില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ട ഈ വീഡിയോ ക്ലിപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ലജ്ജിക്കാനല്ലാതെ മറ്റൊന്നും നമുക്ക് ഇത് വക നൽകുന്നില്ല, നമ്മുടെ സമൂഹത്തിനും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകണം. പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ള ജീവിതത്തെ പഠിപ്പിക്കുക തന്നെ വേണം. അപ്പോഴാണ് കരുത്തുറ്റ ഒരു വ്യക്തിയായി ഒരാൾ രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ജന്മം നൽകുവാൻ ഇപ്പോഴെങ്കിലും നമുക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അതിന് തയ്യാറെടുക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. ആ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.